മുതലാളി ഇന്നും നല്ല കണ്ടീഷനിലാ വരവ്. എന്നതാ ഇത്? എന്റെ കർത്താവേ, ഇതിയാനെ കൊണ്ട് ഞാൻ തോറ്റു. ഇനി മേലെ കുടിക്കലാന്ന് പറഞ്ഞ് സത്യം ചെയ്തിട്ടല്ലേ ഇന്ന് കാലത്തെ തുണിക്കടയിലോട്ട് പോയത്. ശവത്തി കുത്താതെ അമ്മച്ചി, അപ്പച്ചൻ ബ്രാൻഡി വാങ്ങിക്കാനായിട്ട് ബാറിലോട്ട് പോകുന്ന വഴി അജ്ഞാതരായ ഒരു സംഘം ഗുണ്ടകള് അതിദാരുണമായി ആക്രമിച്ചു. എന്റെ യേശുവേ, എന്നിട്ട് വല്ലതും പറ്റിയോ? പേടിക്കാനൊന്നുമില്ല, ഒന്നും പറ്റിയിട്ടില്ല അമ്മച്ചി. എന്തിനയച്ചായ കള്ളം പറയുന്നത്? ഞങ്ങൾ തക്ക സമയത്ത് ചെന്നില്ലായിരുന്നെങ്കിൽ അവന്മാരെല്ലാം കൂടി അപ്പച്ചനെ ഇടിച്ച് കൊന്നേനെ. എന്ന് പറഞ്ഞാ പിന്നെ അപ്പച്ചൻ അങ്ങനെ വല്ലതും സംഭവിച്ചു പോയിരുന്നെങ്കിൽ അമ്മച്ചിക്കുണ്ടാകുന്ന ദുഃഖം അപ്പച്ചൻ ആലോചിച്ച് നോക്കിയേ. നമ്മളെല്ലാവരും കൂടി അനാഥരായി അപ്പച്ചന്റെ കുഴിമാടത്തിൽ എന്നും വിളക്കും നിർത്ത്. ഞാൻ ജീവിച്ചിരിപ്പില്ലേ? ശരീരം വേദന എന്തെങ്കിലും ഉണ്ടോ? അങ്ങനെ ഉണ്ടെങ്കിൽ ചാരായത്തിൽ പച്ചമുട്ട എടുത്ത് കലക്കി കുടിച്ചാൽ മതി, മാറും. ഈ നേരത്തിന് ചാരായ എവിടുന്ന് കിട്ടാനാ? കിട്ടുമോ? മനസ്സിൽ വെച്ചാ മതി. അയ്യടാ, ഇനി അതിന്റെ പേരും പറഞ്ഞ് ചാരായം കുടിക്കാവുന്നതായിരിക്കും. ചാരായ ഒന്നും വേണ്ട അപ്പച്ചാ. 3-4 കാഞ്ഞിരം കുരുവും 4-5 പാവയ്ക്കയും കുറച്ച് ഇഞ്ചിയും കൂടെ ആവണക്കെണ്ണയിൽ അരച്ച് കലക്കി കുടിച്ചാൽ മതി. അത് നിന്റെ അപ്പം കുടിക്കും. അതന്നെ. ഏതെന്നെ? അവൻ പറഞ്ഞ നേരാ. തലയ്ക്ക് സുഖമില്ലെങ്കിൽ എന്താ ചെയ്യാ, ഭാര്യ ആയാലും അല്ലേ? ഇതാ ചുങ്കത്തറക്കാരുടെ പണിയാ. അവന്മാരല്ലാതെ വേറെ ആരാ നമുക്ക് ശത്രുക്കള്? ഏതായാലും അടിക്കാൻ വന്നവരാരും ഈ നാട്ടിലുള്ളവരല്ല. ഇവിടെ ഉള്ളവരാകുമ്പോ നമ്മൾ തിരിച്ചറിയില്ലേ? അതിനാ ബോംബെന്ന് ഗുണ്ടകളെ ഇങ്ങോട്ട് ഇമ്പോർട്ട് ചെയ്തു. ബിസിനസ്സിലെ ചുങ്കത്തറക്കാർക്ക് നമ്മളെ ഓവർടേക്കാൻ പറ്റാത്തടത്തോളം കാലം അവരുടെ വൈരാഗ്യം ഇങ്ങനെ തന്നെ നിലനിൽക്കും. ഇനിയിപ്പോ വരുന്നിടത്ത് വെച്ച് കാണാം, അല്ലാണ്ട് എന്നാ ചെയ്യാന്? അല്ലേ ചായ, നമുക്ക് സ്വയരക്ഷയ്ക്ക് ഒരു പെർമനന്റ് ഗുണ്ടാസംഘം ഉണ്ടാക്കിയാലോ? ഇഞ്ചക്കാടൻ ബ്ലാക്ക് കാറ്റ് കമാൻഡോസ്. എന്തോ ബ്ലാക്ക് കാറ്റ് കമാൻഡോസ്? നിനക്ക് നല്ല ക്ഷീണമുണ്ട്, കിടന്നുറങ്ങും. ഇറ്റാൻ എന്തെങ്കിലും ഐഡിയ തോന്നുന്നുണ്ടോ? ഉറങ്ങാൻ നോക്കടാ. അതാ നല്ലത്. മതി, നീ വന്നേരെ. കൂലിക്ക് തല്ലാൻ പോലും നല്ല ആൾക്കാരെ കിട്ടില്ലെന്ന് വെച്ചാ ഇന്ന് തന്നെ അവന്മാരെ പറഞ്ഞു വിട്ടേക്ക്. നമ്മളാണ് ഇതിന്റെ പുറകിലെന്ന് ആ ഇഞ്ചക്കാടൻ അറിയണ്ട. അയാൾ മർച്ചന്റ് അസോസിയേഷൻ പ്രസിഡന്റാ. പുറകെ നിൽക്കാൻ ആളുകൾ കാണും. നമ്മളാണെന്ന് അന്മാർക്ക് ഒരു സംശയമില്ല അങ്ങളെ. അതിനല്ലേ ബോംബെ നാളെ കൊണ്ടുവന്നത്. സോഡ എടുക്കാൻ പോയിട്ട് പിന്നെ എവിടെ പോയി? ഇവിടെ ലോനപ്പാ, ലോനപ്പാ. നീ എന്താടാ ലോനപ്പാ ഇങ്ങനെ കിടന്ന് ഓടുന്നത്? സോഡ വെക്കുന്ന ആസ്ട്രോ എടുക്കാൻ വന്നതാ. ഉടുക്കലത്തെ ഒരു കുടി. എത്ര നേരമായി ചോറും വിളമ്പിച്ചൊന്ന് കാത്തിരിക്കുന്നത്. അവരെന്നാണ് എത്രയും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? അവർ ഇഞ്ചക്കാട്ടുകാരെ തറവെത്തിക്കുന്ന കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പച്ചന്റെ ജോലിക്കാരനായിരുന്ന ഈ ഇഞ്ചക്കാടൻ ഇപ്പൊ വലിയ മുതലാളിയായപ്പോ നമ്മളോട് മത്സരിക്കാൻ വന്നിരിക്കുക. പണ്ട് ഇച്ചായൻ ചരക്കെടുക്കാൻ ബോംബെക്ക് പോകുമ്പോ ഇവനെ കൂട്ടിന് കൊണ്ടുപോയപ്പോഴേ ഞാൻ പറഞ്ഞതാ സൂക്ഷിക്കണമെന്ന്. അന്നവൻ വെറും മത്തായി. ഇന്നവന് കാശുണ്ടായപ്പോ ഇഞ്ചക്കാടൻ മത്തായി. ഇഞ്ചക്കാടൻ മത്തായി. അവന് ബുദ്ധി ഉള്ളതുകൊണ്ട് അവൻ കാശുണ്ടാക്കിയത്. നിനക്കൊക്കെ ബുദ്ധി ഉണ്ടാക്കി നീ ഉണ്ടാക്കടാ. ഓരോരുത്തർക്ക് വിധിച്ചതേ അവനവന് കിട്ടൂ. അല്ലാതെ വെട്ടിപ്പിടിക്കാൻ നോക്കിയിട്ടൊന്നും കാര്യമല്ല. മതി കുടിച്ചത്. ഒന്നുമല്ല കഴിക്കാൻ നോക്ക്. അതിനിവിടെ കഴിച്ചോണ്ടിരിക്കുവല്ലേ? വരുന്നു. അല്ലേ കേന്ദ്രമന്ത്രിമാരൊക്കെ ചാവാൻ വേണ്ടി കേരളത്തിലേക്ക് വരുന്ന എന്നാത്തിനാ? എന്താ ദാ കണ്ടില്ലേ, കേന്ദ്രമന്ത്രി കേരളത്തിലേക്ക് ചാവാൻ വരുന്നു. ഒന്നുകൂടെ വായിച്ചേ. വായിക്കേ. കേരളത്തിലേക്ക് കേന്ദ്രമന്ത്രി എന്താ ചാവാൻ വരുന്നു. ഒറ്റടി വെച്ചെന്നുണ്ടല്ല, കണ്ണാടി വെച്ചുള്ള ഇരിപ്പ്. ഞാനൊന്ന് വായിക്കട്ടെ. കേന്ദ്രത്തിൽ നിന്ന് നിന്റെ അപ്പം കേരളത്തിലേക്ക് ചാവാൻ വരല്ലേ? കാണാൻ വയ്യെങ്കിൽ നീ അടക്കള റെഡിയല്ലേ? നമുക്കിറങ്ങാം. നിങ്ങൾ പോയിക്കോ, ഞാൻ പുറകെ വന്നോളാം. അത് പറഞ്ഞാൽ പറ്റുകയില്ല. ആ ചുങ്കത്തറക്കാർ രണ്ടും കൽപ്പിച്ച് ഇറങ്ങിയിരിക്കുക. എന്ന് വെച്ച് പുറത്തേക്ക് ഇറങ്ങാതിരിക്കാൻ പറ്റുമോ? എന്തും ചെയ്യാൻ മടിക്കാത്തവരാ. വല്ലതും സംഭവിച്ചിട്ട് പിന്നെ വല്ലതും പറഞ്ഞിട്ട് കാര്യമുണ്ടോ? നിങ്ങൾ ഒറ്റയ്ക്ക് പോയാൽ ശരിയാകുകയല്ല. എന്റെ കാര്യം അവിടെ നിൽക്കട്ടെ. നിങ്ങൾക്ക് പേടിയുണ്ട്? ഉണ്ട്. അപ്പച്ചൻ ഇനി അവരുടെ കയ്യിൽ നിന്ന് ഇടികൊള്ളുമെന്ന് ഞങ്ങൾക്ക് പേടിയുണ്ട്. ഓക്കെ, അത്രയല്ലേ ഉള്ളൂ. എന്നാ നമുക്ക് ഒരുമിച്ച് ഇറങ്ങാം. ഇടി കൊള്ളുമ്പോഴേ നമുക്ക് 3 ആൾക്കും പങ്കിട്ടെടുക്കാം. നീ വെള്ളം തിളപ്പിച്ചു വെച്ചേക്ക്. 3 ആൾക്കും വൈകുന്നേരം കിഴി പിടിക്കേണ്ടതാ. എന്റെ ദൈവമേ, പുറത്തേക്ക് ഇറങ്ങുമ്പോ ചൂലും പിടിച്ച് നിൽക്കണ. ഇന്നിനി ഒരു കാര്യവും നടക്കില്ല. ഞാൻ അകത്തേക്ക് പോവാ. ചൂലേ, ആ ചൂലങ്ങോട്ട് മാറ്റി പിടിയടി. ഇതൊക്കെ നേരം വിളക്കുന്നതിന് മുമ്പ് ചെയ്യാൻ മേലായിരുന്നോ നിനക്ക്? ചൂടാകാതെ അമ്മച്ചി. ഇന്നലെ ചൂലും കണി കണ്ടോണ്ട് ഇറങ്ങി പോയിട്ട് വല്ല കുഴപ്പമുണ്ടോ? നല്ല അസല് കച്ചവടമായിരുന്നു. ഈ ശകുനത്തിലൊന്നും ഒരു കാര്യമില്ല. അതന്നെ. ഏതെന്നെ?
ഈ ചൂരുകാരനാ ഇന്നലെ ഒരു പരിചയമില്ലാത്ത തെമ്മാടിയുള്ളതെന്ന് എനിക്ക് അടി കിട്ടിയത്. അയ്യോ. ഈ ശകുനത്തിലും കണിയിലൊക്കെ സ്വല്പം കാര്യമുണ്ട്. അതന്നെ. എന്ത് പറഞ്ഞാലും അതെന്നെ ഇതെന്നെ നിനക്ക് വല്ല വിവരം പോത്തെ. ഓ ഇത് ഞാൻ കുറെ വിവരമുണ്ട്. കള്ളക്കണക്കെടുത്താല വല്ല വിവരമുണ്ടോ? കള്ളക്കണക്കാണ് നിനക്ക് തിന്നാൻ തരാനുണ്ടല്ലോ. നീ എന്താ തട്ടിമുട്ടി നിന്നെ ഞാൻ കൊല്ലുള്ളൂ. നിന്നെ കൊല്ലും. എന്നും കടയിൽ പോണതിന് മുമ്പ് എല്ലാരും കൂടെ ഒരു സീൻ ഉണ്ടാക്കിയിട്ടാ പോകുന്ന വെച്ചാ അപ്പച്ചനും കണക്കന്നെ അമ്മച്ചയും കണക്കന്നെ. സമ്മതിച്ചു. ഞങ്ങൾക്ക് നിന്റെ അത്ര വിവരമില്ല. അന്ന് കൂട്ടിക്കോ. എന്തായാലും കുട്ടി. അത് തന്നെ. എന്റെ ദൈവമേ. വെറുതെ മുണ്ടും ചട്ടിയെടുത്ത് നടക്ക വിശാചികള് ക്രിസ്ത്യാനികളുടെ പേര് കളയാൻ. വണ്ടി വിടറാ. എടുത്തോട്ട് പോടി അപ്പുറത്തെങ്ങാനും. തങ്കച്ച വേണ്ട, വണ്ടി വിട. എന്റെ ചയ ഇഞ്ചക്കാടൻ ആൻഡ് സൺസ് വണ്ടി കൊണ്ടു നിർത്തി നമ്മളെ നോക്കി പഠിപ്പിച്ചിട്ട് പോയത്. ഇനിയിപ്പോ ഗുണ്ടകളെ വെച്ച് നമ്മളാണെന്ന് അവർക്ക് വല്ല സംശയം തോന്നിയിട്ടുണ്ടാവും. എന്നാടാ ഇനി വരട്ടെ ചോദിക്കാൻ. ഗുഡ് മോർണിംഗ് സർ. ആ ഡിസ്കൗണ്ട് സെയിൽസിന്റെ ബോർഡ് എടുത്ത് മാറ്റിയേ. ഓ ഇത്തവണയും ക്രിസ്മസിന് നമുക്ക് സെയിൽസ് മോശം തന്നെയാ. അതെങ്ങനെ? തൊട്ടടുത്ത് ഇഞ്ചക്കാരൻ 15% വില കുറച്ച് വെക്കുമ്പോ 10% റിഡക്ഷൻ വെച്ചോണ്ടിരിക്കുന്ന നമ്മുടെ അടുത്ത് ആര് വരാനാ? നീ എന്തോ പറയുന്നേ? 10% കുറച്ചിട്ട് തന്നെ ഒരു വിധത്തിലാണ് നഷ്ടമില്ലാതെ അഡ്ജസ്റ്റ് ചെയ്ത് പോന്നെ. അവനോട് കോമ്പറ്റ് ചെയ്ത് കഴിഞ്ഞ വർഷത്തെ സെയിൽസ് തന്നെ നഷ്ടത്തില. ഇവരെന്നാത്തിനാ ഈ സാധനമൊക്കെ വില കുറച്ച് വെക്കുന്നത്? നമ്മളെ ഒതുക്കാൻ. അല്ല എന്നാത്തിനാ അവലെ അവിടെ ആൾ ഇടിച്ചു കയറുന്നത്. അതുകൊണ്ട് മാത്രമല്ല അവിടെ അപ്പന്റെ മക്കൾക്കും കസ്റ്റമേഴ്സിനെ എങ്ങനെ ഡീൽ ചെയ്യണമെന്ന് നന്നായിട്ട് അറിയാം. അച്ഛൻ മരിക്കുന്നത് വരെ ഇവിടുത്തെ സ്ഥിരം കസ്റ്റമർ ആയിരുന്നു. അതിന് അച്ഛൻ മരിച്ചിട്ടില്ലല്ലോ. അച്ഛൻ മരിച്ചില്ലേ? ഇല്ല. എത്ര പ്രായമായിട്ട് ഞങ്ങൾക്ക് മരിക്കാത്തെ? നിങ്ങൾ ചോദിച്ചില്ലേ? നോക്കേ, ഇത് ചേച്ചിക്ക് നല്ല ചേർച്ചയായിരിക്കും. നോക്കേ, ഇത് കുട്ടിയുടെ ചേച്ചിയാണോ? അയ്യോ ഞാനവളുടെ അമ്മയാ. സോറി, കണ്ടാ പറയില്ല കേട്ടോ. അപ്പോ ഈ 3 സാരികളും പാക്ക് ചെയ്തിരിക്കട്ടെ? വേണ്ട, ഒരെണ്ണം മതി. അത് പറ്റില്ല. എന്നാ 2 എടുക്കണം. ചാച്ചപ്പ ഈ 2 ബില്ലിട്ടെ. നോക്കണ്ട, ഇത് അടുത്തവണ വരുമ്പോ എടുക്കാം. അന്നേ ദാ നമ്മുടെ പാർട്ടീസാ, വേണ്ട ഡിസ്കൗണ്ട് കൊടുത്തേനെ കേട്ടോ. ചെന്നാട്ടെ. വരൂ അപ്പച്ചാ. വരണം വരണം. എത്ര കാലായി കണ്ടിട്ട്, ഞങ്ങളൊക്കെ മറന്നോ? അതിന് നമ്മൾ ഇതിനു മുമ്പ് കണ്ടിട്ടില്ലല്ലോ. അയ്യോടാ, നല്ല ചോദ്യം. ഇഞ്ചക്കാട്ടിന് സ്ഥിരമായിട്ട് തുണി എടുക്കുന്നവരെ തിരിച്ചറിയാൻ മത്തായിക്ക് ഒരു ബുദ്ധിമുട്ടില്ല. അയ്യോ അത് നിങ്ങൾക്ക് തെറ്റി. ഞങ്ങൾ ഇവിടെ ആദ്യമായിട്ട് വരുവാ. ആദ്യമായിട്ട് വരുന്നവർക്കും സ്ഥിരമായിട്ട് വരുന്നവർക്കും ഇവിടെ തുല്യ പരിഗണനയാ. ഇല്ലേ അപ്പച്ചാ? പിന്നെ കല്യാണ ഡ്രസ് എടുക്കാൻ വന്നായിരിക്കും. അതെ. നിങ്ങളുടെ ഭാഗ്യം ഒന്ന് പറഞ്ഞാൽ മതി. കല്യാണ സാരികളുടെ ഒരു ഫ്രഷ് സ്റ്റോക്ക് ഇന്നലെ വൈകുന്നേരം എത്തിയതേ ഉള്ളൂ. ഇന്ന് രാവിലെയാ പൊട്ടിച്ചത്. ഇന്നാ ഇന്ന് ഇന്ന് കാലത്ത് വന്ന് എന്നാ കല്യാണം? 10-ാം തീയതി. അയ്യോ, അപ്പൊ വളരെ അടുത്തല്ലോ. കറിയാച്ചാ, ആ ഫ്രഷ് സ്റ്റോക്ക് ഒന്ന് കാണിച്ചു കൊടുത്തേ കല്യാണ സാരികളുടെ. ചെന്നാട്ടെ. അപ്പച്ചാ, ഈ പഴയ ടൈപ്പ് സോപ്പിടല് ഇപ്പൊ കസ്റ്റമേഴ്സിന്റെ അടുത്ത് ചെലവാവില്ല. ഒറ്റ പൊട്ടിക്ക് വെച്ചെന്നുണ്ടല്ലോ. നീ മത്തായിനെ തുണിക്കച്ചവടം പഠിപ്പിക്കാൻ വരിക. ഓനെ ഐസ് കട്ടയിൽ പെയിന്റ് അടിക്കലടാ. പെയിന്റ് അടിച്ചാൽ എന്താ? അതെ, ഐസ് കട്ടയിലും കൂടെ പിടിക്കുന്ന ഒരുതരം സ്പെഷ്യൽ ടൈപ്പ് പെയിന്റ് ഇപ്പൊ മാർക്കറ്റിൽ ഇറങ്ങിയിട്ടുണ്ട്. എന്നാ ആ പെയിന്റ് ഞാൻ നിന്റെ തലയിലടിക്കാൻ. വേണ്ട, അപ്പച്ചന്റെ തലയിൽ ഒഴിച്ചു തരാം. നീ എന്താ കളിക്കുന്നത്? നീ എന്താ കൊഞ്ചാൻ വരെ ഇവിടെ ആൾക്കാർ കച്ചവടം നടക്കുന്ന സമയത്ത് കടയിൽ വെച്ചാണോ? നീ പോടാ അവിടുന്ന്. ഞങ്ങൾ ബിസിനസിന്റെ ഓരോ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തോണ്ടിരിക്കുക. അല്ല മോനെ? പിന്നല്ലാതെ ഇറ്റാന് ക്യാഷ് എണ്ണി പെട്ടിക്കകത്ത് ഇട്ടോണ്ടിരുന്നാൽ മാത്രം മതിയല്ലോ. നമുക്കതാണോ? പിന്നെ ഞാൻ ബാങ്കിൽ പോവാ. കൗണ്ടർ വാങ്ങിക്കണം. ഓ, ഞാൻ കൗണ്ടറിൽ ഇരുന്നോ? അയ്യോ, നീ ക്യാഷ് കൗണ്ടറിൽ ഇരിക്കാറായിട്ടില്ല. അതിനുള്ള പ്രായമായിട്ടില്ല നിനക്ക്. നീ അവിടുത്തെ കാര്യങ്ങൾ നോക്കിയാൽ മതി. ഈ കട കുറച്ചും കൂടി കാലം ഇങ്ങനെ കാണണമെന്ന് എനിക്ക് ചെറിയൊരു ആഗ്രഹമുണ്ട്. അതുകൊണ്ട് ഞാൻ പറഞ്ഞെന്നുള്ളൂ. പോടാ പോടാ. അവിടെ ബില്ല് കിട്ടിയോ? ആ ആ ഇവിടെ സാരീസ് ഒന്നും ഇല്ലെന്നോ തോന്നുന്നു. അബദ്ധമായോ? ചോദിക്കായിരുന്നല്ലേ. അവിടെ ഉണ്ടെന്ന് തോന്നുന്നു. അവിടെയൊക്കെ ഷർട്ട്സ് അല്ലേ? എന്താ വേണ്ടത്? സാരീസ്, ബ്ലൗസ് പീസ്, സൽവാർ കമീസ്, ചുരിദാർ, റെഡിമെയ്ഡ്. ഇതെന്താ ഈ ഫുട്പാത്തിലെ കച്ചവടക്കാരെ പോലെ വിളിച്ചു പോകുന്നേ? അവരിതേപോലെയാണോ? എനിക്ക് ഈ ഫുട്പാത്തിലെ കച്ചവടക്കാരുമായിട്ട് വലിയ സഹവാസം ഇല്ലാത്തോണ്ട് അറിയില്ല. സോറി. അതെ, ഓവർ സ്മാർട്ട് ആവണ്ട കേട്ടോ. ഞങ്ങൾ കോളേജ് സ്റ്റുഡൻസാ. ക്ഷമിക്കണം, ഞങ്ങളും അത്യാവശ്യം കോളേജിലൊക്കെ പോയിട്ടുള്ളവർ തന്നെയാ. എന്താ കൂട്ടുകാർ ഷോപ്പിങ്ങിന് വന്നാണോ അതോ ഉടക്കാൻ വന്നാണോ?
എന്താ വേണ്ടേ? ഈ സാരീസിനൊക്കെ മാച്ചിങ് ബ്ലൗസ് പീസ് വേണമായിരുന്നു, ഒന്ന് നോക്കി. ശരി. ഇതിന്റെ ഡാർക്ക് ഇത് മതി, പാക്ക് ചെയ്തോളൂ. സാരി ഇങ്ങനെ വേത് തീർന്നില്ലേ? ബില്ലൊക്കെ അവിടെ തരും. ആ. രണ്ട് ബ്ലൗസ് പീസിനൂടെ പേ ചെയ്യേണ്ടി വരും. എല്ലാം പേ ചെയ്തിട്ടുണ്ട്. ഞങ്ങളുടെ അറിവോടുകൂടി എടുത്ത എല്ലാ ഐറ്റത്തിനും പേ ചെയ്തിട്ടുണ്ട്. പക്ഷേ വാട്ട് ഡു യു മീൻ? വെറുതെ ഇഷ്യൂ ഉണ്ടാക്കണ്ട. കൂട്ടുകാരികൾ ആരെങ്കിലും എന്തെങ്കിലും കട്ടെടുത്തിട്ടുണ്ടെങ്കിൽ അവരോട് അതിരുന്ന സ്ഥലത്ത് തന്നെ കൊണ്ടുവച്ചേക്കാൻ പറഞ്ഞേക്ക്. ആരും അറിയില്ല. നിങ്ങളെന്താ കസ്റ്റമേഴ്സിനെ ഇൻസൾട്ട് ചെയ്യാൻ നടക്കണോ മിസ്റ്റർ? ഓയ്, എന്താ എന്താ അവിടെ? അല്ല, അതെ, നിങ്ങളുടെ സ്റ്റാഫിനോട് മര്യാദയ്ക്ക് സംസാരിക്കാൻ പറയണം. അവൻ സ്റ്റാഫല്ല, എന്റെ ഇളയ മോനാ. എന്താടാ കുട്ട? എന്താ പൊട്ടനോ? പൊട്ടനല്ല, കുട്ടൻ. മുതലാളിയുടെ മോനെന്നുള്ള ജാടയൊന്നും എന്റെ അടുത്ത് വേണ്ട. ദേ കുട്ടി, വന്നപ്പോ മുതൽ ശ്രദ്ധിക്കുക തന്റെ ഓരോ ചേഷ്ടകള്. അത് ശരി, ആ ബാഗ് എടുക്കും. താൻ ആ ബാഗ് എടുക്കാൻ. കോളേജ് സ്റ്റുഡൻസിന്റെ ലേബലില് എന്ത് തോന്നിയാസം കാണിക്കുന്ന ഇത് നോക്ക്. പൈസ തികയില്ലെങ്കിൽ അത് പറഞ്ഞാ പോരെ. ഈ കട്ട് പീസ് എന്നുള്ളത് കട്ടെടുക്കാനുള്ള പീസ് എന്ന് കരുതി കാണും അല്ലേ? ഈ രണ്ട് ബ്ലൗസ് പീസിനും കൂടെ ബില്ലിട്ടെ. മോനെ, കുട്ടികൾക്ക് നല്ല ക്ഷീണുണ്ടാവും. നല്ല കൂൾ ഡ്രിങ്ക്സോ എന്തെങ്കിലും ഒന്ന് മേടിച്ചു കൊടുത്തേ, കുടിക്കട്ടെ അവര്. സോറി. ആ, അത് മര്യാദയുടെ ഭാഷ. കൂട്ടുകാരികളെ തിരഞ്ഞെടുക്കുമ്പോ അല്പം കൂടി ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. ശരി, ദേ കയ്യെന്ന് വിട്. നാളെ ഉണ്ടോടി നിനക്കൊക്കെ കക്കാൻ നടക്കുന്നു. സിറ്റി പോലീസ് കമ്മീഷണർ ഏക മോളാണ്. കട്ടില്ലെങ്കിൽ അവർക്ക് ഉറക്കം വരില്ല. വെറും 44 രൂപ 40 പൈസയ്ക്ക് വേണ്ടി ആളുകൾ മുമ്പ് നാറിയില്ലേ? പൈസ എത്ര കയ്യിലുണ്ടെങ്കിലും എനിക്ക് എന്തെങ്കിലും ഒന്നും ചൂണ്ടിയില്ലെങ്കിൽ ഒരു മനസ്സമാധാനം ഉണ്ടാവില്ല. അതെന്റെ ഒരു ഹാബിറ്റ് ആയിപ്പോയി. ഹാബിറ്റ് അല്ലത് ഒരു രോഗം. തല്ലുകൊള്ളുമ്പോ ഭേദാവും. മേലിൽ ഇവളോട് ആരും പുറത്തു പോരുത്. എന്റെ ഈശോയെ, എന്ത് പറ്റിയപ്പച്ച? ഇനി ഹാർട്ട് അറ്റാക്ക് വല്ലതാണോ? ഹാർട്ട് അറ്റാക്ക് നിന്റെ തന്തയ്ക്ക്. അതാ പറഞ്ഞത്. കാര്യം പറയാപ്പച്ച. എടാ, ഇന്ന് വൈകുന്നേരം നേരത്തെ വീട്ടിലെത്താമെന്ന് വാക്ക് കൊടുത്തതാ ഏലിക്കുട്ടിക്ക്. അത്രേ ഉള്ളോ? അപ്പച്ചൻ വാക്ക് കെട്ടിക്കുന്നത് രാജുവേട്ടൊന്നും അല്ലല്ലോ. എടാ, അതല്ല പ്രശ്നം. പിന്നെ നാളെ വാർണിയുടെ കല്യാണം നിശ്ചയ. തലേ ദിവസം തന്നെ അവിടെ പോകാമെന്ന് ഞാൻ ഏലിക്കുട്ടിക്ക് വാക്ക് കൊടുത്തിട്ടുള്ളതാ. ഇനി ഇപ്പൊ അതൊന്നും ആലോചിക്കണ്ട. അമ്മച്ചിയോട് കുറ്റം ഏറ്റു പറഞ്ഞ് പോയി കിടന്ന് ഉറങ്ങാൻ നോക്കപ്പച്ച. അത് ശരിയാവില്ല അച്ഛയ. അമ്മച്ചിയുടെ മൂഡ് പറയാൻ പറ്റില്ല. ഇനി അമ്മച്ചി അപ്പച്ചനെ ദേഹോപദ്രവം ഏൽപ്പിച്ച ആര് സമാധാനം പറയും? എടാ പന്നിയുടെ മോനെ, അപ്പച്ച, ഞാനൊരു ഐഡിയ പറയാം. നമുക്ക് അമ്മച്ചി അറിയാതെ അകത്ത് കിടക്കാം. ഒരുപാട് വിളിച്ചിട്ടും അമ്മച്ചി ഉണർന്നില്ലെന്ന് നാളെ ഒരു കള്ളവും കാച്ചാം. അതിനിപ്പോ അവളെ വിളിക്കാണ്ട് വീടിനകത്തെങ്ങനെ കയറും? അതിനൊക്കെ വഴിയുണ്ട്. വാ. പിന്നാലെ പോരെ, പിന്നാലെ പോരെ. അയ്യോ അയ്യോ, കള്ളൻ അമ്മച്ചി. ഇവിടെ വെക്ക്. അതെ, ഞാൻ അറിയുക. അത് ധൈര്യമില്ലാത്തൊരു കേൾക്കട്ടെ. മണ്ടന്മാര് പറയാൻ ഞാൻ കേട്ടെ. ഞാൻ ആദ്യം രക്ഷപ്പെട്ടെ. അതാ പിടിച്ചോ, കൂലി പിടിക്കാ. അയ്യോ അമ്മച്ചി, അമ്മച്ചി ദേ കള്ളൻ. എവിടെ എവിടെ? ദാ അപ്പുറത്ത് 2 പേരുണ്ട്. എന്റെ ഈശോ. അപ്പച്ചൻ നിന്നോ, ഞങ്ങൾ പോരാ. എടാ തങ്കച്ച, അവിടെ നിൽക്കാൻ. ഇവിടെ ഒന്നും കാണാനില്ലല്ലോ. അയ്യോ അയ്യോ, കള്ളൻ എവിടെ? കള്ളൻ. അയ്യോ അമ്മച്ചി, അവർക്ക് ആരെങ്കിലും വിളിക്കാം. അയ്യോ മണ്ടൻ കള്ളൻ അമ്മച്ചി. നമ്മുടെ ആഭരണമൊക്കെ അമ്മച്ചിയുടെ മുറിയിലല്ലേ ഇരിക്കുന്നേ. ഇവിടെ ആരെയും കാണാനില്ലല്ലോ. ഓടി വരണേ. മര്യാദക്കകത്തു പോകുന്നതാണ് നിനക്ക് നല്ലത് വേലക്കാരി. നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം. ഈ കള്ളനെ എന്നെ എങ്ങനെ അറിയാം? ഒച്ചയിടാതെ.
പ്രായമായവരെ എടാ പോടാന്ന് വിളിക്കരുത്. അമ്മച്ചി ഉരുളൻ കല്ലുണ്ടെങ്കിൽ എടുത്ത് നമുക്ക് എറിഞ്ഞ് താഴെ തള്ളിയിട്ട് പുള്ളിയുടെ തല ഇടിച്ച് പൊട്ടിക്കാം. അതൊന്നും വേണ്ട, നമുക്ക് പോലീസിനെ വിളിച്ച് പറയാം. അത് വേണ്ട. അതെ, ഇത് നമുക്ക് തന്നെ ഡീൽ ചെയ്യാവുന്ന പ്രശ്നമല്ലേ ഉള്ളൂ. മര്യാദയ്ക്ക് താഴെ ഇറങ്ങി വരണോ അതോ ഞങ്ങൾ മോളിൽ കയറി വരണോ? ഇല്ലേ അമ്മച്ചി? അത് തന്നെ, ഇറങ്ങി വാടാ പേരും കണ്ണ. വരുന്നുണ്ട് അനുസരണയുള്ള കള്ളൻ. അങ്ങനെ ഇറങ്ങി വാ മര്യാദക്ക്. ഇതുപോലായിരുന്നു നിങ്ങൾ ഈ പാതിരേക്ക് ഇതിന്റെ മണ്ടക്കറി എന്നായിരുന്നു? ടെറസില് ചോർച്ചുണ്ടോന്ന് നോക്കിയിരുന്നു. ടെറസിന്റെ മേലെ ചോർച്ച. സത്യം പറ മനുഷ്യ, എന്നെ ഒരു ചുറ്റിക്കളി. അല്ല അപ്പച്ച, ബാർണിച്ചായന്റെ കല്യാണ നിശ്ചയത്തിന് പോണെന്ന് പറഞ്ഞ് അപ്പച്ചൻ കടയിൽ നിന്ന് നേരത്തെ ഇറങ്ങിയതല്ലേ? എവിടെയായിരുന്നു ഇത്രയും നേരം? ഇവിടെ വന്ന് അയ്യേ, മാപ്പി വെക്കണമെങ്കിൽ അമ്മച്ചോട് നേരത്തെ ചോദിച്ചാ പോരെ? എന്റെ ദൈവമേ. കുറ്റബോധമാ, ഇല്ലയോ? പാവം, അതിന് ടെറസിന്റെ മേലെ കയറിട്ട് എന്നാ കാര്യം? അതെ. അല്ല അത് പോട്ടെ, നിങ്ങളൊക്കെ ഇപ്പൊ എവിടുന്നാ വരുന്നേ? എന്താ അമ്മച്ചി ഇങ്ങനെ ബോധമില്ലാത്ത രീതി സംസാരിക്കണേ? സന്ധിക്ക് ഞങ്ങൾക്ക് കഞ്ഞി വിളമ്പി തന്നൊക്കെ മറന്നോ? കഞ്ഞിയോ? ആര്? ആരും കഞ്ഞിയല്ല. ഈ ചായ കണ്ടോ? ഒരു തിരക്കും പോലെ ഞങ്ങൾ എപ്പോഴേ വന്നതാ. ആരൊന്നും പറയണ്ട ഏലിക്കുട്ടി, എല്ലാം ഞാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞുതരാം. അതായത് ഇച്ചായ കാലത്ത് വാഴക്കുളത്ത് പെണ്ണ് കാണാൻ പോണം, അവിടെ കടത്തിന്റെ അവിടെ ബ്രോക്കർ കാത്തിരിക്കും. ഇതല്ലേ അപ്പച്ചൻ പറയാൻ ഉദ്ദേശിച്ചത്? അത് തന്നെ. ആ, നിങ്ങൾ ഇനി മേലെ കയറി കള്ളത്തരം കാണിക്കാൻ പോവാ? വന്നേ ഇങ്ങോട്ട്. എന്ത് കള്ളത്തരം? എന്നെ കെട്ടുന്ന കാലത്ത് എനിക്കറിയാം തരം കിട്ടിയ വേലിയാടാൻ പോകുന്നു. പോയി അങ്ങോട്ട്. ഇത്രയും തങ്കപ്പെട്ട സ്വഭാവമുള്ള ഒരു ചെറുപ്പക്കാരന് ആ നാട്ടിലും മഷീട്ടും ഒക്കെ കിട്ടില്ല. അതിൽ താനെന്താണോ മഷീട്ട് നോക്കാൻ പോകുന്നേ? ഇന്ന് 11 മണിക്ക് നമ്മുടെ ആ കടത്തിന്റെ അവിടെ ചെറുക്കനും കൂട്ടരും എത്താമെന്നാ പറഞ്ഞിരിക്കുന്നത്. അവരെന്തിനാ അവിടെ വന്ന് നിൽക്കണേ? അതിനവർക്ക് ഇങ്ങോട്ട് വരാൻ വഴിയറിയണ്ടേ? അങ്ങോട്ട് ഇരുന്നാട്ട്. അയ്യോ ചേട്ടത്തി, ഇരിക്കാനൊന്നും സമയമില്ല. ഇന്നാണ് നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ മോന്റെ കല്യാണം. അതിന്റെ ഇടപാടെന്താണോ? പിന്നെ അല്ലയോ? അവിടെ പോയി തലയൊന്ന് കാണിച്ചേച്ചും ഞാൻ ഇപ്പം വന്നേക്കാം. താനെങ്ങനെ പോയാൽ എങ്ങനെയാ ശരിയാവുന്നേ? അതൊക്കെ ഞാൻ ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. അതൊന്നും പറ്റില്ല. താൻ ഇവിടെ ഇല്ലെങ്കിൽ ഒന്നും ശരിയാവില്ല. അതിനൂടെ കുരിയത്തിനില്ലയോ? അവനുള്ളതും ഇല്ലാത്തതും കണക്കാം. ചേർത്തി, ഈ നാട്ടിൽ ഏറ്റവും ബിസിയായ ഒരു ബ്രോക്കറാ ഈ മാത്തച്ഛൻ. മാത്തച്ഛനില്ലാതെ ഈ നാട്ടിൽ ഒരു കല്യാണം നടക്കത്തില്ല. അത് ശരിയാ. എവിടെ കല്യാണം ഉണ്ടോ അവിടെ മാത്തച്ഛനും ഇടിച്ചിട്ട് വാടാ. അപ്പച്ച, അവരെ കണ്ട എനിക്കെങ്ങനെ മനസ്സിലാവുക? എടാ, അവരൊരു ചന്ദന കളറുള്ള മാരുതി കാറിലാ വരുന്നത്. നീ ആ കടത്തേടവിന്റെ അവിടെ പോയിരുന്നാ മതി. ആ. പെണ്ണുകാണാൻ വന്നവരല്ലേ? അതെ, നിർത്ത് നിർത്ത്. ഞാൻ നിങ്ങളെ കാത്തു നിൽക്കുക. എന്തിന്? പെണ്ണിന്റെ വീട്ടിലേക്ക് എന്നോട് കൂട്ടിക്കൊണ്ട് ചെല്ലാൻ പറഞ്ഞു. ബ്രോക്കർ എവിടെ? അപ്പൊ വേറെ സ്ഥലം വരെ പോയിരിക്കാം. ബ്രോക്കറുടെ മോനാ? അതെ. എന്നാ പിന്നെ ആദ്യം പറയണേ, കേറ് കേറ്. എന്റെ ചേട്ടനായതുകൊണ്ട് പറയല്ല, ഇത്രയും നല്ലൊരു ചെറുപ്പക്കാരൻ ഞങ്ങളുടെ നാട്ടിൽ വേറെ ഇല്ല. നാട്ടില് ഞങ്ങൾ തൽസ്വഭാവി ബ്രദേഴ്സ് എന്നാ അറിയപ്പെടുന്നത്. സോറി. ചെറുക്കനെ കണ്ടാൽ തന്നെ അറിയാം പാവമാണെന്ന്. പക്ഷേ നിന്റെ മുഖത്തൊരു കള്ളലക്ഷണം ഉണ്ടല്ലോ. അത് മുമ്പില്ലായിരുന്നു, അടുത്ത കാലത്തുണ്ടായ ഒരു കാർ ആക്സിഡന്റിൽ പറ്റിയതാ. എന്താ ഇയാളൊന്നും മിണ്ടാത്തത്? അല്ല, അത് പിന്നെ നാണവാ, ഇതുവരെ തല ഉയർത്തി ഒരു പെണ്ണിന്റെ മുഖത്തോലും നോക്കിയിട്ടില്ല. എന്താണോ ഇത്? പെണ്ണിനെ കാണാൻ ധൃതിയായി. ധൃതിയായല്ലേ? അതല്ല. അതന്നെ അതന്നെ. ഞാൻ പോയി വിളിച്ചോണ്ട് വരാം. അതെ, പെണ്ണ് വരുമ്പോ ചോദ്യങ്ങളൊക്കെ ഞാൻ ചോദിച്ചോളാം. ഇച്ചായം കുട്ടിയുടെ നടത്തവും സംസാരവും ഒക്കെ വാച്ച് ചെയ്താൽ മതി. നിന്റെ ഈ ചോദ്യങ്ങൾ കാരണമാണ് കോട്ടയത്തെ കല്യാണം കുളം കുത്തിയത്. അതെന്റെ കുഴപ്പമില്ല. രൂപവും ഭാവവും കണ്ടപ്പോ അത് പെണ്ണിന്റെ അമ്മയായിരിക്കുന്ന ഞാൻ കരുതിയത്. സത്യം പറ, അത് അമ്മയല്ല കുട്ടിയാണെന്ന് അറിഞ്ഞപ്പോ ഇച്ചായനൊന്നും ഞെട്ടി.
പേരെന്നാ പറഞ്ഞത്? ശാന്തമ്മ. ഏതുവരെ പഠിച്ചു? 4ാം ക്ലാസ് വരെ. അമ്മച്ചിക്ക് മറുപടി പറയാനുള്ള ചോദ്യങ്ങള് ഞങ്ങൾ വേറെ ചോദിക്കുന്നുണ്ട്, അപ്പൊ പറഞ്ഞാ മതി. ഏതുവരെ പഠിച്ചു? BSc പാസ്സായി. തെക്കും തലക്കാരെന്ന് പറഞ്ഞ ഈ നാട്ടിൽ എല്ലാരും അറിയും. ഈ തെക്കും തലയെന്ന പേര് വരാൻ കാരണം? ഉം? അല്ല, നിങ്ങളുടെയൊക്കെ തലകളുമായി ബന്ധപ്പെട്ട ഐതിഹ്യങ്ങൾ എന്തെങ്കിലും? ഞാൻ വെറുതെ ചോദിച്ചെന്നുള്ളേ ഉള്ളൂ. എവര് കുട്ടിയായിരിക്കുമ്പോ തന്നെ എവരുടെ അപ്പനും അമ്മയും മരിച്ചു. പിന്നെ ഞാനായി എവരെയൊക്കെ വളർത്തിയത്. ഹായ്. ഇത് ഷേർലി, ബീനയുടെ അനീറ്റിയാ. എറണാകുളത്ത് പഠിക്കുക. ബീനനെ കാണാവുന്നവരാ. നോക്കൂ, നമ്മൾ ഇതിനു മുമ്പ് എവിടെയോ വെച്ച് കണ്ടിട്ടുണ്ടല്ലോ. ഏയ് ഇല്ല, ഞാനങ്ങനെ ഷോപ്പിങ്ങിനൊന്നും പോവാറില്ല. ആ, അപ്പൊ മനസ്സിലായി. എന്ത്? അല്ല, ഞാൻ ഉദ്ദേശിക്കുന്ന ആളെല്ലാം. അത് ശരി. നീ വാ. എന്താണോ ഇതൊക്കെ? അതൊക്കെ പിന്നെ പറയാം. ഇച്ചാര് കുട്ടി ഇഷ്ടമായോ? കൊച്ചു കള്ള. എന്താ നീ വൈകിയത്? ബസ് കിട്ടാൻ വൈകി. അതിരിക്കട്ടെ, നിനക്ക് ചെറുക്കനെ ഇഷ്ടപ്പെട്ടോ? പക്ഷേ ഇത് നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അല്ല, അപ്പൊ ഇയാൾക്കൊരു കല്യാണമൊക്കെ ആലോചിച്ചൂടെ? ആ, നോക്കണം. അയ്യോ, എനിക്ക് കല്യാണമൊന്നും വേണ്ട. ഇച്ചായന്റെ കഴിഞ്ഞിട്ട് മതി. ഇങ്ങനെയുള്ള കളികളെ ഫ്രണ്ട്സായിട്ട് നീ കൊണ്ടു നടക്കുന്ന എന്തിനാ? അയ്യോ, അവക്ക് ഈ മോഷൻ ഒരു ഹോബിയാണെന്ന് പിന്നീടല്ലേ മനസ്സിലാക്കുന്നത്. അപ്പോ എല്ലാ കാര്യങ്ങളും നമ്മൾ പറഞ്ഞ പോലെ. എന്നാ ഞങ്ങൾ അപ്പച്ചനോട് സംസാരിച്ചിട്ട് വിവരങ്ങൾ ബ്രോക്കറോട് പറഞ്ഞേക്കാം. ആ, വരട്ടെ അമ്മച്ചി. ശരി മക്കളെ. ആ, വരൂ വരൂ വരൂ. ഇവര് വഴി അറിയാതെ കടവിൽ കുടുങ്ങിപ്പോയി, അതുകൊണ്ടാ ലേറ്റ് ആയത്. ഇവരൊക്കെ ആരാ? ഇത് കല്യാണ ചെറുക്കൻ, ഇത് കല്യാണ ചെറുക്കന്റെ അപ്പൻ. നമസ്കാരം. ഞാൻ എന്റെ മകന്റെ അടുത്ത് അടയാളം പറഞ്ഞു കൊടുത്തിരുന്നത് ഇവര് മാരുതി കാറിൽ വരുന്ന. കാറ് കേടായതുകൊണ്ട് ഇവര് വേറെ കാറ് വിളിച്ചു വന്നു. അപ്പൊ ഇവരോ? നിന്നോട് പെണ്ണ് കാണാൻ പറഞ്ഞ വീട്ടിൽ പോവാതെ വേറെ വീട്ടിൽ പോവാൻ ആരാ പറഞ്ഞേ? അതൊരബദ്ധം പറ്റിയതാ. പക്ഷെ നല്ല ഐശ്വര്യമുള്ള കുട്ടിയാ, നല്ല കുടുംബക്കാരും. അല്ലടാ? അതെ, അതിരിക്കട്ടെ. നിനക്ക് ആ പെണ്ണിനെ ഇഷ്ടപ്പെട്ടോടാ മോനെ? അല്ല, അത് പിന്നെ അമ്മച്ചി. വളരെ ഇഷ്ടപ്പെട്ടത് കൊണ്ടാണല്ലോ ഇവിടെ കിടന്ന് ഇങ്ങനെ തൊടല് പൊട്ടിക്കുന്നത്. തൊടല് പൊട്ടിക്കാൻ ഞാൻ എന്താ പട്ടിയ? പട്ടിയും പൂച്ചൊക്കെ അവിടെ നിൽക്കട്ടെ. സത്യം പറയടാ, എത്ര കാലമായി നീ ആ പെണ്ണുമായിട്ട് ബന്ധം തുടങ്ങിയിട്ട്? അയ്യോ അപ്പച്ച, ജീവിതത്തിൽ ആദ്യമായിട്ടാ ഞാൻ ആ പെൺകുട്ടിയെ കാണുന്നത് പോലും. ഇവിടെ ആരും പ്രേമിച്ച് വിവാഹം കഴിക്കാൻ ഞാൻ സമ്മതിക്കില്ല. ഇഞ്ചക്കാട്ടിൽ ആരും പ്രേമിച്ച് വിവാഹം കഴിച്ച ചരിത്രം ഉണ്ടായിട്ടില്ല. അതിന് ഇഞ്ചക്കാട്ടി പ്രേമിക്കാൻ യോഗ്യതയുള്ളവരാരെങ്കിലും പണ്ട് ഉണ്ടായിട്ട് വേണ്ടേ? അതെന്താടി എനിക്ക് യോഗ്യത കുറവ്? ഒരു കുറവുമില്ല. ആ, കല്യാണത്തിന് മുമ്പ് ഒന്ന് കാണേണ്ടതായിരുന്നു. ഓ. കേട്ടോ മക്കളെ, ഞാൻ വന്നേ പിന്നെ ഇത് ഞാനൊരു മനുഷ്യക്കോലായത് തന്നെ. ഹ, നന്നായപ്പോ ഉള്ള കോലം തന്നെ ഇതാണെങ്കിൽ പണ്ട് അപ്പച്ചനെ കാണുമ്പോ അമ്മച്ചിക്ക് പേടി തോന്നിയിരിക്കണമല്ലോ. പിന്നെ മക്കളെ, എന്നാ ഞാനൊരു സത്യം പറയട്ടെ. അപ്പച്ചന് എത്ര നല്ല നല്ല കല്യാണാലോചനകൾ വന്നിട്ടുണ്ടെന്നറിയോ? ഈ ജാതിയൊന്നല്ല, സുന്ദരികള് ധാരാളം സ്ത്രീധനവും. പിന്നെ സുന്ദരികൾ വരുന്നു. നിങ്ങളുടെ പണ്ടത്തെ കോലം മനുഷ്യര് കാണാതിരിക്കാൻ വേണ്ടിട്ടല്ലേ നമ്മുടെ കല്യാണ ഫോട്ടോ എടുത്ത് കീറിക്കളഞ്ഞത്? ആര് കീറി കളഞ്ഞു? നിങ്ങൾ കീറിക്കളഞ്ഞു. ദേ, വേണ്ടാത്ത വർത്തനം വേണ്ടാതെ വേണ്ടാതെ. ഞാനാണോ ഇപ്പൊ പറഞ്ഞത്? വേണ്ട വേണ്ട, അത് നിർത്ത് ഞാൻ- നിർത്ത്. അപ്പച്ചൻ ആ ഫോട്ടോ കീറിക്കളഞ്ഞതിൽ ഏറ്റവും അധികം സന്തോഷിക്കുന്നത് ഞാനും ഇച്ചായനുമാ. പറഞ്ഞു കൊടുക്കടാ. ആ, കുഞ്ഞുനാളിൽ ഓരോ കാര്യത്തിന് കരയുമ്പോ വല്യമ്മച്ചി ആ ഫോട്ടോ കാണിച്ച് പേടിപ്പെടുത്തിയ ഞങ്ങളുടെ കരച്ചിൽ നിർത്തിക്കൊണ്ടിരുന്നത് ഇല്ലേ ചായ? അതന്നെ. ഒറ്റ പെടവെച്ചെന്നുണ്ടല്ലോ. എന്നതാണെന്ന്? അല്ല, ഇവനെന്തിനാ കിടന്ന് കയറി പൊട്ടിക്കണേ? അവന്റെ കഴിഞ്ഞാലല്ലേ ഇവന് കെട്ടാൻ പറ്റൂ. അതിന്റെ തിരക്ക് തന്നെയാ. കെട്ട്. ഇവന് അസുഖമായി കിടന്നപ്പോ നമ്മൾ രണ്ടുപേരും കൂടി നേർന്ന നേർച്ചയും കാഴ്ചയൊക്കെ നീ മറന്നോ? എന്താണത്? മോനെ, നിന്റെ അസുഖം മാറിയ നിന്നെ പള്ളിയിൽ അച്ഛനാക്കാന്ന് ഈ അപ്പച്ചന് നേർച്ചയുണ്ട്. എന്നാ അപ്പച്ചൻ ഒരു വാക്കെന്നോട് നേരത്തെ പറയണ്ടേ? എനിക്കും നേർച്ചയുണ്ട്. എന്ത്? അതെ, എനിക്ക് ജനിക്കാൻ പോകുന്ന കുട്ടിയെ പള്ളിയിൽ അച്ഛനാക്കാമെന്ന് ഞാനും വളരെ നേരത്തെ നേർന്നതാ. ആ നേർച്ചയാണ് മാറ്റി വെച്ചേക്ക്. എന്നാ അപ്പച്ചന്റെ നേരത്തെ അപ്പച്ചൻ കൊണ്ട് മാറ്റി. ഞാനത് മാറ്റി വെച്ചു. ഞാൻ മാറ്റി. ഞാൻ മാറ്റി. എന്താ ഇത്? ഒന്ന് നിർത്തുന്നുണ്ടോ? അതെ, ഇച്ചാന്റെ കാര്യത്തിൽ ഒരു തീരുമാനം പറ. ഇവൻ ആ പെങ്കൊച്ചിനെ ഇഷ്ടമെങ്കിൽ നമുക്ക് അതങ്ങ് ആലോചിച്ചാലോ? അങ്ങനെയാണെങ്കിൽ അമ്മച്ചി നാളെ തന്നെ പെണ്ണിന്റെ വീട്ടിൽ പോയി പറഞ്ഞുറപ്പിക്കണം. അല്ലെങ്കിൽ പിന്നെ വേറെ ആരെങ്കിലും പോയി കല്യാണം ഉറപ്പിച്ചിട്ട് പോയാ പിന്നെ പറഞ്ഞിട്ട് ആ, കാര്യം. അതിനെ കുറിച്ചൊന്നും ഓർത്ത് ഇച്ചായൻ വിഷമിക്കണ്ട. ഇത് നടത്തുന്ന കാര്യം ഞാൻ ഏറ്റു. ഏതായാലും അപ്പച്ചൻ ഓക്കെ പറഞ്ഞല്ലോ. ഞാനിപ്പോ ഓക്കെ പറഞ്ഞു. ഓക്കെ പറയുമല്ലോ. ഏ? നീ എന്താ? എന്തിന്? ആ, ദേ, എന്റെ മക്കളെ,
ഞാൻ ഇന്ന് വരെ നിങ്ങളുടെ ഒരു കാര്യത്തിനും എതിരെ നിന്നിട്ടില്ല, ഇനി നിൽക്കൂല. പോരെ? അപ്പൊ ചാടിക്ക. വെക്കലവിടെ കോച്ച് കള്ളൻ.